2 ദിവസം ലേറ്റ് ആയി. ഈ ലീവിന് ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിരുന്നു അറിയോ? ജീവിതത്തിൽ നമ്മൾ പലതും പ്ലാൻ ചെയ്യും, അതെല്ലാം യാഥാർത്ഥ്യമാവണമെന്നില്ല. സോ ഫർഗെറ്റ് ഇറ്റ്. ഇപ്പോ നീയും ഞാനും മാത്രം. Yes, Major Shivaram. You idiot! You are missing for the last 7 days. You irresponsible. എത്ര തവണ ഈ നമ്പർ ട്രൈ ചെയ്തു? ഔട്ട് ഓഫ് ഓർഡർ തന്നെയായിരുന്നു. ഇപ്പൊ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയതാ. സാർ, ഞാൻ വരുന്ന വഴിക്ക് എന്റെ കാർ നീ ചെയ്യുന്ന പോകണത്തിന് നിന്നെ കോർട്ട് മാർഷൽ ചെയ്യാ വേണ്ടത്. പിന്നെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്നറിയാം. ആ ഒരൊറ്റ കാരണത്തിലാണ് ഞാൻ ക്ഷമിക്കുന്നത്. ഇപ്പൊ എന്താണ് സാർ പ്രശ്നം? വിളിച്ചെന്താന്ന് പറ. എത്രയും പെട്ടെന്ന് മദ്രാസ് SIT റിപ്പോർട്ട് ചെയ്യണം. Is it SIT? Yeah. Special Investigation Team. CBI. Sir, is it regarding the Rajiv Gandhi assassination? Yes. When can it start? Now, sir. That's the spirit. Wish you all the best. Take care of your boys. Okay? Done, sir. അവനെ ഒന്ന് കണ്ടു തീരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിളി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പട്ടാളക്കാരന്റെ ജീവിതം നിനക്ക് നന്നായിട്ട് അറിയാലോ. അമ്മ മരിക്കാൻ കിടക്കണമെന്ന് പറഞ്ഞാലും അവിടുന്ന് ഒരു വിളി വന്നാ പോണം. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. അച്ഛാ, പോയിട്ട് വാ മോനെ. പോണ വഴി ഞാങ്ങായിട്ട് അമ്പലത്തിലൊന്ന് കേറിട്ടേ പോവാവൂ. ശരി അമ്മേ. നല്ലൊരു കാര്യത്തിനല്ലേ പോണത്. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. മോനെ, നീ ഒരു ഓഫീസറാ. നിന്റെ മാത്രമല്ല, നിന്റെ കൂടെയുള്ളവരുടെയും ജീവൻ നിന്റെ കയ്യിലാ. ടേക്ക് കെയർ. ചെന്നിട്ട് വിളിക്കാൻ മറക്കരുത്. Good morning, gentlemen. Sir, this is Major Shivaram, our NSG operational commander. So, you are the man. Sir. Nice meeting you. Sir. Good morning, Major Shivaram. I am Parthiban. Our SIT chief. Please sit down. Thank you, sir. Okay, DIG Raju. Can we have a rundown, a complete briefing as to where we are as of now? Let's take it. Sir, ഈ കേസിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ശ്രീ പെരുമ്പത്തൂർ CI മിസ്റ്റർ മധുരമാണ് നമുക്ക് ആവശ്യമായ എവിഡൻസുകൾ തന്നിട്ടുള്ളത്. ആസ് പെർ ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഫസ്റ്റ് എവിഡൻസ് സ്ഫോടന സ്ഥലത്ത് നിന്ന് കിട്ടിയ ക്യാമറയും അതിലുള്ള 10 ഫോട്ടോഗ്രാഫ്സുമാണ്. സ്ലൈഡ്സ് ഓൺ. സോ ലെറ്റ് us see this photograph. ഈ ഓറഞ്ച് ഗ്രീൻ സൽവാർ കമ്മീസിൽ നിൽക്കുന്ന പെൺകുട്ടിയായിരിക്കണം സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഡെനിം ജാക്കറ്റ് ധരിച്ചിരുന്നത്. ജാക്കറ്റിനെ കുറിച്ച് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അനദർ തിങ്, ജേർണലിസ്റ്റ് എന്ന ഭാവന നിൽക്കുന്ന ഇയാളെ മുറിവേറ്റവരുടെ കൂട്ടത്തിലോ മരിച്ചവരുടെ കൂട്ടത്തിലോ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെയില്ല. സോ ഐ തിങ്ക് ഇവനായിരിക്കണം ഈ കൊലപാതകത്തിന്റെ മെയിൻ കോൺസ്പിറേറ്റർ. അതോടൊപ്പം ഇത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം എക്സ്പ്ലോഷൻ നടന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ 100 കണക്കിനുള്ള മെറ്റാലിക് പെല്ലറ്റ്സുകളാണ്. നൗ ലുക്ക് അറ്റ് ദീസ് ഫോട്ടോഗ്രാഫ്സ്. ഈ ഇരിക്കുന്ന 2 പെൺകുട്ടികളെ കുറിച്ചും ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ഇവരും ഈ കൊലപാതകത്തിൽ ഇൻവോൾവ് ആയിരിക്കണം. ഇത് ദുരന്ത സ്ഥലത്ത് നിന്നും കിട്ടിയ ഡെനിം ജാക്കറ്റിന്റെ ഭാഗങ്ങളാണ്. RDX പോലെയുള്ള ഉഗ്ര സ്ഫോടക വസ്തുക്കൾ ഇതിലുണ്ടായിരുന്നുവെന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. നൗ ജെന്റിൽമാൻ, ഈ ഫോട്ടോസ് എല്ലാം കിട്ടിയ ക്യാമറ സ്ഫോടനത്തിൽ മരിച്ചുപോയ ഹരിബാബുവിൻ്റെതാണ് എന്ന് ഒരു ജേർണലിസ്റ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഹരിബാബു എടുത്ത 10 ഫോട്ടോഗ്രാഫിൽ 9ാമത്തെ ഫോട്ടോഗ്രാഫാണിത്. ജെന്റിൽമാൻ, പോയിന്റ് ബി നോട്ടഡ്. ഈ മാലയിടുന്ന പെൺകുട്ടി തന്നെയാണ് ഞാൻ ആദ്യം കാണിച്ച ഗ്രീൻ ഓറഞ്ച് സൽവാർ ടവൺ. ഇത് കഴിഞ്ഞ് സ്ഫോടനം. ഇവരുടെ മധ്യഭാഗം പൂർണ്ണമായി സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട്. സോ ഈ പെൺകുട്ടി തന്നെയാണ് സൽവാറിനുള്ളിൽ ആ ജാക്കറ്റ് ധരിച്ചിരുന്നത്. ദാറ്റ് മീൻസ് ദിസ് എക്സ്പ്ലോഷൻ most certainly has taken place
with a planned conspiracy of killing Mr. Rajiv Gandhi with a human bomb. കൊല്ലാനും വായിൽ സൈനൈഡ് വെച്ച് സ്വയം മരിക്കാനും മടിയില്ലാത്ത ഡെഡിക്കേറ്റഡ് ഡ്രെഡഡ് മിലിറ്റൻസ് ആയതിനാൽ അവരെ പിടിക്കാൻ CBI is not trained for that. അതിനു വേണ്ടത് കമാൻഡോ ഓപ്പറേഷനാണ്. That is the mission of Major Shivaram and his team from NSD. സർ, I'm Jyoti Verma from News India. ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് എന്തെങ്കിലും? ഒന്നും പറയാറായിട്ടില്ല. സർ, ലണ്ടനിൽ നിന്നുള്ള LTT നേതാവ് പത്മനാഭനും ഖാലിസ്ഥാൻ ഫോഴ്സിന്റെ ജഗജീത് സിംഗിനും JKLF-ന്റെ അമാനുള്ള ഖാനും ഈ കേസിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ആരാണ് ഈ പൊളിറ്റിക്കൽ മർഡറിന് പിന്നിൽ? You know everything. Sir, one more question. Why is commandos for this investigation? Certain people are destined to do certain things. Anyway, I am not interested to talk to the press at this moment of time. Boys, ask Major Deepak to arrange a briefing immediately. I'll change and come. Jai Hind. വെൽ, സർവീസിൽ ഞാൻ സീനിയർ ആണെങ്കിലും കേണൽ വിജയുടെ നിർദ്ദേശപ്രകാരം നൗ ഓൺവേർഡ്സ് യു ആർ ദ ഓപ്പറേഷണൽ കമാൻഡർ. സോ ടേക്ക് ഓൺ. Thank you, sir. Sit down, boys. എല്ലാരും ഉണ്ടല്ലോ. ശ്യാമി അഭിയാൻ. ഓക്കെ ബോയ്സ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് രാജീവ് ഗാന്ധി മർഡർ കേസിലെ പ്രതികളെ പിടിക്കാനാണ്. ശരിക്കും നമ്മൾ വന്നിരിക്കുന്നത് അവരെ പിടിക്കാനാണ്, കൊല്ലാനല്ല. ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ LTT ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. പിടിക്കപ്പെടുന്നവരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക, പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുക, അതാണ് അവരുടെ രീതി. വി ആർ ട്രെയിൻ ടു കിൽ ആൻഡ് ദേ ആർ ഓൾസോ ട്രെയിൻ ടു കിൽ. പക്ഷേ അവർ മരിക്കാൻ കൂടെ ട്രെയിൻഡ് ആണ്, അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. So, this is their suicide weapon, cyanide capsules. അതുകൊണ്ടാണ് CBI പോലീസുകാരെ ഏൽപ്പിക്കാതെ ഓപ്പറേഷൻ എക്സ്പെർട്ടുകളായ നമ്മളെ ഈ മിഷൻ ഏൽപ്പിച്ചത്. ഇത് സൈനൈഡ് കഴിക്കുന്ന ഒരാളുടെ പടമാണ്. പിടിക്കപ്പെടുന്ന മോമെന്റിൽ ഇത് കടിച്ചു പൊട്ടിച്ച് വായിക്കകത്തുണ്ടാകുന്ന മുറിവിലൂടെ അതിവേഗം സൈനൈഡ് ബ്രെയിനെ ഡെഡാക്കുന്ന ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നമുക്കൊരു ഓപ്ഷൻ. സാബ്ജി, സൈനൈഡ് നാവിൽ വെക്കുമ്പോൾ തന്നെ സഡൻ ഡെത്ത് അല്ലേ? പിന്നെ നമ്മൾ അവരെങ്ങനെ ജീവനോട് പിടിക്കും? ഡോക്ടർ, യു ഗോട്ട് ദി ആന്റിഡോട്ട് വിത്ത് യു? യെസ് മേജർ. Then explain it. ഇതാണ് ആന്റിഡോട്ട്. സൈനൈഡ് കഴിച്ച ആളെ 45 സെക്കൻഡിനുള്ളിൽ ഇത് ഇഞ്ചക്ട് ചെയ്യാൻ സാധിച്ചാൽ രക്ഷപ്പെടുത്താം. So, gentlemen, we have got 45 seconds. സൈനൈഡ് കഴിച്ച ഒരുത്തന്റെ മരണത്തിനും നമ്മുടെ വിജയത്തിനും ഇടയ്ക്ക് we have only 45 seconds. ലോകത്താദ്യമായിട്ടാണ് സൈനൈഡ് കൊണ്ട് നടക്കുന്നവരെ ജീവനോട് പിടിക്കാനുള്ള മിഷൻ കമാൻഡോസിന് കിട്ടുന്നത്. So we should be proud of this operation. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. Even at the cost of our life, we should protect the pride of our country. That's all for the day. And one more thing. There is no uniform in this operation. Get charged. നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ അറിയാവുന്നത്? അവര് താമസിച്ചിരുന്ന വീട് അതാണ് സർ. ആ വീട് ആദ്യം വാടകയ്ക്കെടുത്തത് ഒരു ചെറുപ്പക്കാരിയാ, നളിനി. അവരടയാറിലാണ് ജോലി ചെയ്തിരുന്നത്. ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നെന്ന് അറിയാമോ? അതറിയില്ല സർ. ഇവിടെ വന്നപ്പോ അവരൊറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് അമ്മയുമായി വഴക്കിട്ടാണ് ഇങ്ങോട്ട് മാറി താമസിച്ചതെന്ന് ഒരിക്കൽ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മ താമസിക്കുന്ന എവിടെയാ? അത് പറഞ്ഞിട്ടില്ല സർ. കുറച്ചു നാൾക്ക് ശേഷം ഒരു പയ്യൻ ഇടയ്ക്കിടെ വന്നു പോവാറുണ്ടായിരുന്നു. ദാസ് എന്ന അവന്റെ പേര്. ഈ വനിതാ പോലീസിന്റെ അടുത്ത് നിൽക്കുന്നവരാണോ നളിനിയും ദാസും? അല്ല, നളിഞ്ഞു വെളുത്തിട്ടാ. സർ, ഇതാ നളിനി. Who is this? എനിക്കിവരുടെ പേരറിയില്ല. ഈ രണ്ടുപേരും ആ സംഘത്തിലുണ്ടായിരുന്നു. പിന്നെ സാറേ, ആ ജംഗ്ഷനിലെ ദണ്ഡപാണിയുടെ ബൂത്തിന്ന് ഇവരൊക്കെ മിക്കവാറും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. സംഭവ ദിവസം ഇവരെല്ലാരും കൂടെ ഓട്ടോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടതാ. ദാ, ഞാൻ അവിടെ നിൽക്കായിരുന്നു. പിന്നെ സാറേ, അവരെ കാണിച്ചു തന്ന കുറച്ച് പൈസ കിട്ടുമെന്ന് പത്രത്തിൽ കണ്ടു. കാണിച്ചു തന്നാലല്ലേ? 21-ാം തീയതി നടന്ന സംഭവം നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നല്ലേ? സർ, DSP ശിവാജിയാണ്. സർ, മേരി പറഞ്ഞ ബൂത്തിൽ നിന്ന് വിളിച്ച കോളുകൾ മുഴുവൻ ബാംഗ്ലൂരിലേക്കാണ്. ഓക്കെ, അത് ട്രേസ് ചെയ്തിട്ടുണ്ട് സർ. സർ, ഞാനിപ്പോ വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിന്റെ കയ്യിൽ 2 വയർലെസ് കോഡ് ഷീറ്റുകൾ ഉള്ളതായി അവിടുത്തെ മാനേജ്മെന്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ അത് ഒളിപ്പിക്കാൻ വേറെ നേഴ്സിന്റെ കൈ കൊടുത്തതാ. ആ നേഴ്സിന്റെ മകൻ ഭാഗ്യനാഥന് സുഭാഷ് നഗറിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് സർ. ആ പ്രസ്സിൽ LTTക്ക് വേണ്ടി ബുക്കുകളും മറ്റും പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഈസ് എ LTT സിംപതൈസർ. ഓക്കെ സർ.
இந்த பிரஸ் கவர்னர் நீங்க தானே? ஆமாங்க ஐயா, என் பையன் தான். எங்க இந்த எல்டிடி பிரிண்டிங் எல்லாம் கான்ட்ராக்டா? அவனுக்கு தான் தெரியும். எங்க அவன்? வெளியே போயிருக்கா. சிவா, ஐ திங்க் ஹி இஸ் நாட் ஹியர். நர்ஸ் வேலையும் பார்த்துட்டு பிரஸ் வேலையும் பார்க்குறீங்களா? இந்த மெஷின் கொஞ்சம் ஆஃப் பண்ணுங்க. പിടിച്ചാ മതി, അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാർത്ഥിപൻ സാറിന്റെ പ്രത്യേക ഓർഡർ ഉള്ളതാണ്, 3rd ഡിഗ്രി എടുക്കേണ്ടെന്ന്. No, I know what I do. Take him. Sir. നടക്കണം അങ്ങോട്ട്. മിസ്റ്റർ സലീം അലി. Yeah. പ്രതികളെ ഓട്ടിച്ചിട്ട് പിടിച്ച യജമാനന്മാരെ ഏൽപ്പിക്കുന്ന പോലീസ് നായ്ക്കളല്ല ബ്ലാക്ക് കാറ്റ് കമാൻഡോസ്. We are also part of this site. What happened? CBI സാറേ, ചെറുവിരലിലും പെരുവിരലിലും ഇടയ്ക്ക് പേന പിടിച്ച് തഴമ്പേ നിങ്ങൾക്കുള്ളൂ. നെഞ്ച AK-47 ചേർത്ത് പിടിച്ച് തഴമ്പുള്ളവരാ ഞങ്ങൾ. ആ തഴമ്പിലിട്ട് ചൊറിയല്ലേ? நீ தானா பாக்யநாதன்? ஆமா சார். இவங்க யாரு? அது என் தங்கச்சி நளினி சார். கூட இருக்கிறது சுபா. இது தனு. உண்மையான பேரு அன்பு சார். அப்போ நளினி வீட்டில் அடிக்கடி ஒரு தாசு வந்துட்டு போறேன், அவன் யாரு? அவன் தாஸ் அல்ல, முருகன் சார். அது சரி, அப்படியா? அப்ப இவன் சிவரசன். அவருக்கு ரகுவர என்று பேர் கூட இருக்கு. குரூப்பில் எல்லாரும் ரகுவண்ணான்னு கூப்பிடுவாங்க. ஓ, அப்போ இவங்க எல்லாம் இப்ப எங்க இருக்கு? சிவரசனும் சுபாவும் எங்க இருக்குன்னு தெரியாது சார். ஆனா நளினியும் முருகனும் திருப்பதிக்கு போனாங்க. Shivaji, trace it out. ஹலோ. ஆமா சார். மெட்ராஸ் தானே? ஆமா சார், நான் திருச்சியில இருந்து முருகன் நளினி பத்தி பேசணும் சார். ஒரு நிமிஷம் சார். இட்ஸ் கால் ஃப்ரம் டிச்சி. முருகன் நளினி பத்தி பேசுறாங்க. ஹலோ. சார், சார், நான் உங்க விளம்பரம் பார்த்தேன் சார். நளினி முருகனும் சேர்ந்து நேற்று திருச்சியில இருந்து விழுப்புரத்துக்கு புறப்பட்டு போயிருக்காங்க சார். அவங்க அம்மா வீட்டு தான் போயிருக்காங்க. ஆனா இன்னைக்கு விழுப்புரத்துல இருந்து மெட்ராஸுக்கு பஸ் ஏறிட்டாங்க சார். இப்ப வெள்ளுவிரமா? സാർ, തിരുപ്പതിയിൽ നിന്ന് അവർ രണ്ടുപേരും നേരെ പോയത് ട്രിച്ചിക്കാ. നളിനിയുടെ ഒരു പഴയ ഫ്രണ്ടിന്റെ വീട്ടില് എന്തോ സംശയം തോന്നിട്ട് അവരവിടെ ഒന്ന് മുങ്ങി. അവർ സൈതാപ്പേട്ടിലേക്ക് ബസ് കയറിയിട്ടുണ്ടെന്ന് നമ്മുടെ ടാക്സി ടീം വില്ലുപുരത്ത് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ശിവ സാർ, കം ഓൺലൈൻ. Carry on. അവർ രണ്ടുപേരും ഓട്ടോ നമ്പർ TMC 1820 കയറിയിട്ടുണ്ട് സാർ.